students, welcome back to Nibra Secondary School online YouTube class. In our chapter from stone to metal, we discussed some of the importance in the Stone Age periods, the features of Stone Age period, and the last phase of our Stone Age. We are discussed the Bronze Age is came to exist. Here, the Bronze Age, the people began to cultivate, the agriculture sector was to progress, and they began to settle down in the river valleys. They began to settle down beside the rivers. What is the reason behind they settle in the rivers? It is because of they started the cultivation. They started the cultivation and they began to settle down there, and the emergence of a new civilizations in that periods, in Bronze Age periods. That civilization are first civilization Mesopotamian civilization, and the second one Egyptian civilization, and the third one Chinese civilization, and the fourth one Harappan civilization. These are the four civilizations existed in the Bronze Age period. So these are also called the Bronze Age civilization. Okay, നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് സ്റ്റോൺ ഏജിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള പീരീഡുകളെ കുറിച്ച് അല്ലെ. പാലിയോളത്തിക് ഏജ്, നിയോളത്തിക് ഏജ്, ചാൽക്കോളത്തിക് ഏജ്, ഈ ഏജുകളൊക്കെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ചാൽക്കോളത്തിക് ഏജ് എന്ന് പറഞ്ഞതിന് ശേഷം പഠിച്ച ഒരു ഏജാണ് ഇത് ബ്രോൺസ് ഏജ്. ആളുകൾ ഏത് ടൂൾസ് ഉപയോഗിക്കാൻ തുടങ്ങി? ബ്രോൺസ് ടൂൾസ്, അതുപോലെ ബ്രോൺസിന്റെ ആയുധങ്ങളും ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത്? ബ്രോൺസ് ഏജ് എന്ന് വിളിക്കുന്നത്. The people began to use the bronze as the weapon and the tools. This period is known as Bronze Age. ആ ഒരു കാലഘട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത്? ബ്രോൺസ് ഏജ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. നമ്മൾ വേറൊരു കാര്യം കൂടി പഠിക്കുന്നു. ബ്രോൺസ് ഏജ് കാലഘട്ടത്തിൽ എന്തിന് പുരോഗതി വരുന്നു, ഇംപ്രൂവ്മെന്റ് വരുന്നു, ഡെവലപ്മെന്റ് വരുന്നു? അഗ്രികൾച്ചറിൽ ഡെവലപ്മെന്റ് വരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. The agriculture began to develop. ഈ ബ്രോൺസ് ഏജ് കാലഘട്ടത്തിൽ അഗ്രികൾച്ചർ വളർന്നു വരുന്നു. എന്താ അഗ്രികൾച്ചർ? കൃഷി വളർന്നു വരും അല്ലേ? ഇങ്ങനെ കൃഷി വളർന്നപ്പോൾ ആളുകൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുവാൻ തുടങ്ങി? കൾട്ടിവേഷൻ ചെയ്യുവാൻ തുടങ്ങി. കൂടുതലായിട്ട് കൾട്ടിവേഷൻ ചെയ്യുന്നു, കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു, ആ പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത പ്രൊഡക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ ചർച്ച ചെയ്തത് അല്ലെ. എക്സ്ചേഞ്ച് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ട്രേഡ് ഉണ്ടാകുന്നു. അതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ വീണ്ടും കുറച്ച് പുറകിലോട്ട് വരികയാണ്. അവരെന്ത് തുടങ്ങുന്നു? അഗ്രികൾച്ചർ തുടങ്ങുന്നു, കൾട്ടിവേഷൻ തുടങ്ങുന്നു, കൃഷി ആരംഭിക്കുന്നു ആളുകൾ. അപ്പൊ കൃഷി ആരംഭിക്കുമ്പോൾ പ്രധാനമായിട്ടും എന്താണ് വേണ്ടത്? ഒന്നാമത് വാട്ടർ വേണം അല്ലെ, ജലസൗകര്യങ്ങൾ വേണ്ടേ കൃഷിക്ക്? അപ്പൊ ആളുകൾ എന്ത് ചെയ്യുവാൻ തുടങ്ങി? കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലേസുകൾ കണ്ടെത്തുവാൻ തുടങ്ങി. ഏത് സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ കൃഷി ലഭിക്കുന്നത് എന്നുള്ള ആളുകൾ തിരിയുവാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ആളുകള് റിവർ വാലി സെറ്റിൽ ഡൗൺ ആവാൻ തുടങ്ങി. റിവർ വാലി സെറ്റിൽ ഡൗൺ എന്ന് പറഞ്ഞാൽ നദികളുടെ തീരങ്ങളിൽ അവരെന്ത് ചെയ്യുവാൻ തുടങ്ങി? താമസിക്കുവാൻ തുടങ്ങി. നദികളുടെ തീരങ്ങളിൽ അവര് എന്ത് ചെയ്യാൻ തുടങ്ങി? താമസിക്കുവാൻ തുടങ്ങി. അവിടെ തന്നെ കൃഷി ചെയ്യുവാൻ ആരംഭിച്ചു. അങ്ങനെ അവരെ കൂട്ടമായിട്ട് താമസിക്കുവാൻ തുടങ്ങി. ആ റിവർ വാലിയുടെ അടുത്ത്, ആ ഒരു നദീ തീരത്ത് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? കൂട്ടമായിട്ട് താമസിക്കുവാൻ തുടങ്ങി. അങ്ങനെ വളർന്നു വന്നിട്ടുള്ള സംസ്കാരങ്ങളാണ്, സിവിലൈസേഷൻ ആണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അവര് നദികളുടെ തീരത്ത് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള നദികളുടെ തീരത്ത് അവര് എന്ത് ചെയ്യുന്നു, സെറ്റിൽ ഡൗൺ ആവുന്നു, അവിടെ കൾട്ടിവേഷൻ നടക്കുന്നു. അങ്ങനെ അവിടെ വളർന്ന് വന്നിട്ട് അങ്ങനെ വളർന്ന് അതൊരു സംസ്കാരമായിട്ട് തന്നെ മാറുകയാണ്. അങ്ങനെ വിവിധ തരം സംസ്കാരങ്ങളെ പറ്റി, വിവിധ തരം ബ്രോൺസ് ഏജ് സിവിലൈസേഷനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ബ്രോൺസ് ഏജ് സിവിലൈസേഷനുകളാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ചൈനീസ് civilization, and the last one Harappan civilization. These are four important civilization, Bronze Age civilization. Now we are going to discuss about these four civilization. Okay, the first two civilization, Mesopotamian civilization and Egyptian civilization, we already discussed in previous classes. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററുകൾ, നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഈ ഒരു മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനും അതുപോലെ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. എന്നിരുന്നാലും നമുക്ക് ഒരിക്കൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ സിവിലൈസേഷനുകൾ എന്താന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, now we are going to look up the important next civilization, that was the Mesopotamian civilization. Here the Mesopotamian civilization, we know that it is flourished in the valleys between the Euphrates and the Tigris rivers. ഈ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ വളർന്നു വന്നിട്ടുള്ളത്, ഫ്ലൗറിഷ്ഡ് എന്ന് പറഞ്ഞാൽ വളർന്നു വന്നിട്ടുള്ളത് രണ്ട് നദികൾക്കിടയിലാണ്. ഏതൊക്കെയാണ് രണ്ട് നദികൾ? യൂഫ്രട്ടീസും ടൈഗ്രിസ് എന്ന് പറയുന്ന രണ്ട് നദികൾക്കിടയിലായി വളർന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് പോയിന്റ് ആണ് the Mesopotamian civilization. It is flourished in the valleys between the Euphrates and the Tigris rivers. അപ്പൊ നമുക്കറിയാം മെസപ്പൊട്ടോമിയ എന്ന് പറയുന്ന വേർഡിന് അർത്ഥം, the word Mesopotamia means the land between two rivers. The land between two rivers. Which are the two rivers? ഏതൊക്കെയാണ് ആ two rivers? ഒന്ന് യൂഫ്രട്ടീസും മറ്റൊന്ന് ടൈഗ്രീസ് എന്ന് പറയുന്ന രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് ഏത്, മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മെസപ്പൊട്ടോമിയയുടെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് നദികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ ജനത അവിടെ ജീവിക്കുവാനും കാരണം എന്താണ്? The people began to use cultivation. കൾട്ടിവേഷന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രദേശങ്ങളാണ് ആര് ജനങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പൊ രണ്ട് വശത്തു കൂടിയും എന്താണ്, റിവേഴ്സ് ആണ് ഒഴുകുന്നത്, നദികളാണ് ഒഴുകുന്നത്. അപ്പൊ കൾട്ടിവേഷൻ, അഗ്രികൾച്ചറിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രദേശമല്ലേ അവർ തിരഞ്ഞെടുത്തത്? അതെ. അപ്പൊ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ that is flourished in the valleys between two rivers, that is Euphrates and Tigris. And the next point, the Mesopotamia word means the land between two rivers. And now it is located, now it is called Iraq. ഇപ്പോൾ ഈ മെസപ്പൊട്ടോമിയ ഉള്ളത് ഏത്, ഇറാഖ് എന്ന് പറയുന്ന, അതായത് ഇപ്പോൾ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ കേട്ടോ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ പ്രദേശം ഏതാണ്? ഇറാഖാണ്. ഓക്കെ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന, ഉണ്ടായിട്ടുള്ള ആ ഒരു സ്ഥലം ഇപ്പോൾ ഏതാണ്? ഇറാഖ്, നമ്മുടെ ഇറാഖാണ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ഇറാഖിന്റെ രണ്ട് വശങ്ങളിലൂടെയും എന്തൊഴുകുന്നുണ്ട്? രണ്ട് നദികൾ ഒഴുകുന്നുണ്ട്. ഏതൊക്കെയാണ് ആ നദികള്? ഒന്ന് യൂഫ്രട്ടീസും മറ്റൊന്ന് ടൈഗ്രീസുമായിട്ടുള്ള രണ്ട് നദികള് ഇറാഖിന്റെ രണ്ട് വശങ്ങളിലൂടെയും ഒഴുകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് നദികൾ യൂഫ്രട്ടീസും ടൈഗ്രീസും മറന്നു പോകരുത്. അതുപോലെ മെസപ്പൊട്ടോമിയൻ ജനത എന്ത് അറിവുണ്ടായിരുന്നു? അവർക്ക് എഴുതുവാനൊക്കെ ഉള്ള, നിങ്ങൾ പഠിച്ചതുപോലെ, നിങ്ങൾ മലയാളം ലിപിയാണ് പഠിച്ചത് അല്ലേ, അറബിക് ലിപിയും നിങ്ങൾക്കറിയാം. അതുപോലെ അവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ലിപിയാണ്, ഒരു സ്ക്രിപ്റ്റ് ആണ് ഏത്, ക്യൂണിഫോം സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഏതാണ്? ക്യൂണിഫോം സ്ക്രിപ്റ്റ്. അവർ ഉപയോഗിച്ചിരുന്ന ഒരു സ്ക്രിപ്റ്റ് ആണ് ഏത്, ക്യൂണിഫോം സ്ക്രിപ്റ്റ്. മറന്നുപോയത്. അവർക്ക് എഴുത്തുവിദ്യ അറിയാമായിരുന്നു.
എഴുതുവാനൊക്കെ അവർക്ക് അറിയാമായിരുന്നു. അവർ ഏത് തരം എഴുതുന്ന ലിപി സ്ക്രിപ്റ്റ് ആണ് ഏത്? ക്യൂണിഫോം. അതുപോലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആരാധന കേന്ദ്രം ഉണ്ടായിരുന്നു. ആളുകളൊക്കെ ആരാധിക്കുവാനും വേണ്ടിയൊക്കെ പോകുന്ന ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു. അവർ തന്നെ നിർമ്മിച്ച ഇഷ്ടിക കട്ടകൾ കൊണ്ട് നിർമ്മിച്ച വലിയ ഒരു ടെമ്പിളാണ്. ആ ടെമ്പിളിന്റെ പേരാണ് എന്ത്? സിഗുറത്ത് എന്ന് പറയുന്നത്. The ziggurats are the temples for worship of the Mesopotamian people. ആ മെസപ്പൊട്ടോമിയൻ ജനതയ്ക്ക് അവര് പ്രാർത്ഥിക്കുവാനും ഒക്കെ ഒരു അമ്പലമായി അല്ലെങ്കിൽ ഒരു ആരാധന കേന്ദ്രമായിരുന്നു ഇത് സിഗുറാത്തുകൾ എന്ന് പറയുന്നത്. അതന്ന് അവർ നിർമ്മിച്ചതാണ്. ഈ സിഗുറാത്തുകൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനെ കുറിച്ചുള്ള അന്നത്തെ ആളുകളുടെ ഒരു വൈദഗ്ധ്യം ഇന്നത്തെ ആളുകൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഇതിപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് സിഗുറാത്തുകൾ. സോ ദ സിഗുറാത്സ് ആർ ദ മേജർ റിമൈൻസ് ഓഫ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. അതുകൊണ്ട് തന്നെ സിഗുറാത്തുകൾ എന്ന് പറഞ്ഞാൽ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷന്റെ ഏറ്റവും വലിയൊരു ശേഷിപ്പായിട്ട് എപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. Okay, these are the five important points of Mesopotamian civilization that we are already discussed in previous classes. The civilization flourished in the valleys between the Euphrates and the Tigris rivers, and the word Mesopotamia, that means the land between two rivers, and here it is now located in Iraq. So the script that used the Mesopotamian people, that was the cuneiform script. What is that? Cuneiform script. And the ziggurats are the major remains of Mesopotamian people. Okay, and these are the important points. Okay, now we look up the next civilization, that was the Egyptian civilization. Next important civilization, it was the Egyptian civilization. ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചാണ്, ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഈജിപ്ത് ആ ഒരു പ്രദേശമാണ് ഏത്? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നത്. ഈജിപ്തിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് നൈൽ നദിയുടെ വരദാനം എന്നാണ്. ദ ഗിഫ്റ്റ് ഓഫ് ദി നൈൽ. നൈൽ നദിയുടെ വരദാനം. പല കോമ്പറ്റേറ്റീവ് എക്സാമിനുകളിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏത് രാജ്യത്തെയാണ് നൈൽ നദിയുടെ വരദാനം എന്ന് പറയുന്നത്? ഏത് രാജ്യത്തെയാണ് നൈൽ നദിയുടെ വരദാനമായിട്ട് വിശേഷിപ്പിക്കുന്നത്? ഈജിപ്താണ്. ദ ഗിഫ്റ്റ് ഓഫ് ദി നൈൽ, ഇറ്റ് വാസ് ദി ഈജിപ്ത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഇറ്റ് ഈസ് ഫ്ലൗറിഷ്ഡ് ഇൻ ദ വാലീസ് ഇൻ നൈൽ. ഏത് നദിയുടെ തീരത്താണ് ഇത് വളർന്നു വന്നിട്ടുള്ളത്? നൈൽ നദിയുടെ തീരത്താണ് ഇത് വളർന്നു വന്നിട്ടുള്ളത്. ഓക്കെ, ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലൗറിഷ്ഡ് ഇൻ ദ വാലീസ് ഓഫ് ദ റിവർ നൈൽ. നൈൽ നദിയുടെ തീരത്ത് വളർന്നു വന്നിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആണ് ഇത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. അതുപോലെ നമുക്കറിയാം ഈജിപ്തിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ദ ഗിഫ്റ്റ് ഓഫ് ദി നൈൽ. നൈൽ നദിയുടെ വരദാനം എന്നാണ് ആരെ വിശേഷിപ്പിക്കുന്നത്? ഈജിപ്തിനെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ അവരുപയോഗിച്ച ഒരു ലിപിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു മെസപ്പൊട്ടോമിയൻ ജനത ഉപയോഗിച്ച ലിപി ഏതാണ്? ദ ക്യൂണിഫോം സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഇവിടെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ജനത ഉപയോഗിച്ച ലിപിയാണ് ഏത്? ആ ജനത ഉപയോഗിച്ചിരുന്ന എഴുതുവാനും മറ്റുമൊക്കെ ഉപയോഗിച്ചിരുന്ന ലിപിയാണ് ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ്? ഹൈറോഗ്ലിഫിക് ലിപികളായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്നത്, ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പിരമിഡ്. എന്താണ് പിരമിഡ്? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചിത്രങ്ങളൊക്കെ കണ്ടിട്ടില്ല. ത്രികോണ ആകൃതിയിൽ ഉള്ള ഒന്നാണ് എന്ത്? പിരമിഡുകൾ എന്ന് പറഞ്ഞാൽ. ത്രികോണ ആകൃതികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ പിരമിഡുകളെല്ലാം എന്താണ്? ഇഷ്ടികകൾ, ചുട്ടെടുത്ത ഇഷ്ടികകൾ വെച്ച് ഇഷ്ടിക കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ഏത്? പിരമിഡ്. അപ്പൊ പിരമിഡ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിരമിഡ് എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ രാജാക്കന്മാരായിരുന്നു ആര്? ഫറോവ രാജാക്കന്മാർ. അവിടുത്തെ രാജാക്കന്മാരെ വിളിച്ചിരുന്ന പേരാണെന്ത്? ഫറോവാസ്.
ഫറോവ രാജാക്കന്മാരായിരുന്നു ഈജിപ്ത് ഭരിച്ചിരുന്നത്. അങ്ങനെ ഈ ഫറോവ രാജാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡി, അവരുടെ ഡെഡ് ബോഡി, അവരുടെ ബോഡി എന്ത് ചെയ്യും? അത് സൂക്ഷിച്ചു വെക്കും, അത് പ്രിസർവ് ചെയ്യും. ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫറോവ രാജാക്കന്മാരുടെ ആ ഡെഡ് ബോഡി അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ പ്രാക്ടീസിന് വിളിക്കുന്ന പേരാണെന്ത്? മമ്മി. മമ്മി എന്ന് പറഞ്ഞാൽ ഫറോവ രാജാക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അവരുടെ ശവത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഡെഡ് ബോഡിയെ വിളിക്കുന്ന പേരാണെന്ത്? മമ്മി. അങ്ങനെ മമ്മിയുടെ പുറമെ നിർമ്മിക്കുന്ന, അങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മമ്മിയുടെ മുകളിലായിട്ട് നിർമ്മിക്കുന്ന ടോംബുകളാണ് ഏത്? പിരമിഡുകൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദ ടോംസ് ഓഫ് ഫറോവാസ്. ഫറോവ രാജാക്കന്മാരുടെ ശവകുടീരമാണ് ഏത് നമ്മുടെ പിരമിഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓരോ പിരമിഡിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? ഏതെങ്കിലും ഒരു ഫറോവ രാജാവിന്റെ മമ്മി ഉണ്ടായിരിക്കും, അവരുടെ ഡെഡ് ബോഡി ഉണ്ടായിരിക്കും. അതൊരു പ്രാക്ടീസാണ്. അവിടുത്തെ ഈജിപ്തിൽ അന്ന് നിലനിന്നിരുന്ന ഒരു പ്രാക്ടീസാണ്, ഒരു ആചാരമാണ്. ഏത്? ഇങ്ങനെ അവിടുത്തെ ഫറോവ രാജാക്കന്മാര് മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡി അവരെന്ത് ചെയ്യും? സൂക്ഷിച്ചു വെക്കും. നമ്മളെ അടക്കം ചെയ്യില്ല, അത് സൂക്ഷിച്ച് വെക്കും. അവർ ഉപയോഗിച്ചിട്ടുള്ള ആഭരണങ്ങളും അതുപോലെ അവർ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങളും അവർ ഉപയോഗിച്ചിട്ടുള്ള മറ്റു സാധനങ്ങളും ഒക്കെ എന്തിൻ്റെ കൂടെ ഉണ്ടാകും? ഈ ഫറോവ രാജാവ് അടക്കം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അവിടെ വെക്കും. എന്നിട്ട് അത് ആ ബോഡി പ്രിസർവ് ചെയ്യും. അത് സൂക്ഷിച്ച് അതിൻ്റെ മുകളിൽ നിർമ്മിക്കുന്ന കൂടാരം, ടോംബാണ്, ശവകുടീരമാണ് എന്ത്? പിരമിഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിരമിഡ് എന്താ നോക്കാൻ പോവുകയാണ്. പിരമിഡ്സ് ആർ ദ മേജർ റിമൈൻസ് ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ശേഷിപ്പുകളെ വിളിക്കുന്ന ശേഷിപ്പാണ് ഇത് പിരമിഡുകൾ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ത്രികോണാകൃതിയിൽ ഇങ്ങനെ പിരമിഡുകൾ. ഈ പിരമിഡുകളെല്ലാം ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതാണ് വലിയ പിരമിഡുകൾ. ഓക്കെ, ദ ടോംസ് ഓഫ് ഫറോവാസ്. ഫറോവ രാജാക്കന്മാരുടെ ശവകുടീരമാണ് പിരമിഡുകൾ എന്ന് പറഞ്ഞാൽ. ദ ബിഗ്ഗസ്റ്റ് പിരമിഡ്, ഏറ്റവും വലിയ പിരമിഡാണ് ഗിസ. ഗിസയിലുള്ള പിരമിഡാണ് ബിഗ്ഗസ്റ്റ് പിരമിഡ്. ഓക്കെ, ഗിസയിലുള്ള ഈജിപ്തിലെ ഗിസ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഏറ്റവും വലിയ പിരമിഡാണ് പിരമിഡാണ് ഗിസയിലുള്ളത്. ഈ പിരമിഡ് നിർമ്മിച്ചിട്ടുള്ളത് ഫറോവ രാജാവായിരുന്ന കുഫു രാജാവാണ് ഈ പിരമിഡ് നിർമ്മിച്ചിരുന്നത്. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചിട്ടുള്ളത്. ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലൗറിഷ്ഡ് ഇൻ ദ വാലീസ് ദ റിവർ നൈൽ. നൈൽ നദിയുടെ തീരത്ത് വളർന്നു വന്നിട്ടുള്ള ഒരു സംസ്കാരമാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ദ ഈജിപ്ത് ഈസ് ഓൾസോ കോൾഡ് ദ ഗിഫ്റ്റ് ഓഫ് നൈൽ. ഈജിപ്തിനെ എന്തും വിളിക്കും? ദ ഗിഫ്റ്റ് ഓഫ് നൈൽ, നൈൽ നദിയുടെ വരദാനം എന്നും വിളിക്കും. ആൻഡ് ദ ഈജിപ്ഷ്യൻ പീപ്പിൾ ആർ യൂസ്ഡ് ദ സ്ക്രിപ്റ്റ് ലൈക്ക് ദ ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ്. ഈജിപ്തൻ ജനത ഉപയോഗിച്ച സ്ക്രിപ്റ്റ് ആണ് ഹൈറോഗ്ലിഫിക് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ പിരമിഡുകൾ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ മേജർ റിമൈൻസ് ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ. ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശേഷിപ്പുകളാണ് പിരമിഡുകൾ എന്ന് പറഞ്ഞാൽ. പിരമിഡ് എന്ന് പറഞ്ഞാൽ പിരമിഡ്സ് ആർ ദ ടോംസ് ഓഫ് ഫറോവാസ്. ഫറോവാസ് ആർ ദ കിങ്സ് ഓഫ് ഈജിപ്റ്റ്. ഓക്കെ, ദ ടോംസ് ഓഫ് ഫറോവാസ്. ഫറോവാസ് രാജാക്കന്മാരുടെ ശവകുടീരമാണ് പിരമിഡ്. ഹൂ ഈസ് ഫറോവാസ്? ഫറോവ ആർ ദ കിങ്സ് ഓഫ് ഈജിപ്റ്റ്. ഈജിപ്തിലെ രാജാക്കന്മാരായിരുന്നു ആര്? ഫറോവാസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഫറോവയുടെ ടോംബാണ്. ടോംബ് എന്ന് പറഞ്ഞാൽ ശവകുടീരമാണ് ദ പിരമിഡുകൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവരും മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിവിലൈസേഷനിലോട്ട് കടക്കുകയാണ്, ചൈനീസ് സിവിലൈസേഷൻ. അതിൽ നിന്ന് ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും ഇത് ഏതൊരു ഭാഗത്തായിരിക്കും ഇത് വളർന്നു വന്നിട്ടുള്ളതായിരിക്കും? ചൈന എന്ന് പറയുന്ന, ചൈനയും ജപ്പാനും കടക്കുന്ന പ്രദേശങ്ങളിലാണ് ഈ ഒരു സിവിലൈസേഷൻ വളർന്നു വന്നിട്ടുള്ളത്. ചൈനീസ് സിവിലൈസേഷൻ, ചൈനയുടെ പ്രധാന ഭാഗത്താണ് ഈ ഒരു സിവിലൈസേഷൻ വളർന്നു വന്നിട്ടുള്ളത്. ഓക്കെ, ചൈനീസ് സിവിലൈസേഷൻ ഇറ്റ് ഈസ് ഫ്ലൗറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ ഹവാങ്ഹോ. ഹവാങ്ഹോ എന്ന് പറയുന്ന റിവറിന്റെ താഴ്വരയിലാണ് വളർന്നു വന്നിട്ടുള്ളത്? ഈ നദി വളർന്നു വന്നിട്ട് ഈ ഒരു സിവിലൈസേഷൻ വളർന്നു വന്നിട്ടുള്ളത്. ഓക്കെ, ദ ചൈനീസ് സിവിലൈസേഷൻ ഇറ്റ് ഈസ് ഫ്ലൗറിഷ്ഡ്. ദ ചൈനീസ് സിവിലൈസേഷൻ ഫ്ലൗറിഷ്ഡ് ഇൻ ദ ഹവാങ്ഹോ റിവർ വാലി. ഹവാങ്ഹോ റിവർ വാലി എന്ന് പറയുന്ന റിവറിന്റെ, ചൈനയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് ഹവാങ്ഹോ.
ഹവാങ്ഹോ നദിയുടെ തീരങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള സിവിലൈസേഷൻ ആണ് ഇത് ചൈനീസ് സിവിലൈസേഷൻ. ഓക്കെ, അതുപോലെ അവിടുത്തെ നമുക്കറിയാം ചൈനയുടെ ലിപി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ചൈനീസ് സ്ക്രിപ്റ്റ് എന്ന് സെർച്ച് ചെയ്താൽ ഇപ്പോഴും എന്താണ് അന്ന് ആ ഒരു കാലത്ത് ചൈനീസ് സിവിലൈസേഷന്റെ ആ എമർജ് ചെയ്യുന്ന കാലത്ത് നിലനിന്നിരുന്ന ലിപി തന്നെയാണ് ഇപ്പോഴും അവർ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് ചൈനീസ് സ്ക്രിപ്റ്റ്? ദ ചൈനീസ് സ്ക്രിപ്റ്റ് ഇറ്റ് വാസ് ദ ചൈനീസ് പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതായത് ചൈനീസ് പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആണ് ആ ചൈനീസ് സിവിലൈസേഷനിലെ ആളുകൾ ഉപയോഗിച്ചിരുന്നത്. ചൈനീസ് പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ് കുറച്ച് സിമ്പലുകളും കുറച്ച് പിക്ചറും ഒക്കെ അടങ്ങിയ ഒരു ലിപിയാണ് ഇത് ചൈനീസ് പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ്. കുറച്ച് ചിഹ്നങ്ങളും സിമ്പിൾസും ചിഹ്നങ്ങളും അതുപോലെ ചിത്രങ്ങളും ഒക്കെ പിക്ചറൊക്കെ അടങ്ങിയ ഒരു സ്ക്രിപ്റ്റ്. അതുപോലെ തന്നെയാണ് അതിന് ഇങ്ങനെ ഒരു പേര് വന്നത്, ചൈനീസ് പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ് എന്ന് പേര് വന്നത്. ആ സ്ക്രിപ്റ്റ് ആയിരുന്നു ചൈനീസ് സിവിലൈസേഷനിലെ ആളുകൾ ഉപയോഗിച്ചിരുന്നത്. അതിപ്പോഴും ആ ഒരു ഇത് തന്നെയാണ് ആര് ഫോളോ ചെയ്യുന്നത്? ചൈനയിലെ ആളുകൾ ആ ഒരു ലിപി തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ചൈനീസ് പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ്. അതുപോലെ ചൈനയിലെ ആളുകള് ചൈനീസ് സിവിലൈസേഷനിൽ ജീവിച്ചിരുന്ന ആളുകൾ വളരെയധികം എക്സ്പേർട്ട് ആയിരുന്നു. എന്തില്? ബ്രോൺസ് സ്കൾപ്ചറിൽ, ബ്രോൺസ് കൊണ്ട് ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിൽ വളരെയധികം വൈദഗ്ധ്യമായുള്ള ജനങ്ങളായിരുന്നു ചൈനീസ് സിവിലൈസേഷനിൽ ജീവിച്ചിരുന്നത്. ബ്രോൺസ് കൊണ്ട് എന്തുണ്ടാക്കുക? ശില്പങ്ങൾ ഉണ്ടാക്കുന്നതിൽ വളരെ വൈദഗ്ധ്യമുള്ള ആളുകളായിരുന്നു. ബ്രോൺസ് കൊണ്ട്, അതായത് ബ്രോൺസ് സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ ബ്രോൺസ് കൊണ്ട് ബ്രോൺസ് ശില്പങ്ങൾ ഉണ്ടാക്കുക, അതിൽ വളരെ വൈദഗ്ധ്യമുള്ള ആളുകളായിരുന്നു, എക്സ്പേർട്ടുകളായിരുന്നു ആര്? ചൈനീസ് സിവിലൈസേഷനിൽ ജീവിച്ചിരുന്ന ആളുകൾ. അപ്പൊ ഇത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. പ്രധാനപ്പെട്ട ചൈനീസ് സിവിലൈസേഷനിൽ ഏത് നദിയുടെ തീരത്താണ് വളർന്നു വന്നത്? ഹവാങ്ഹോ നദീ തീരത്താണ് ഇത് വളർന്നു വന്നിട്ടുള്ളത്. This civilization flourished in Hwangho River Valley. And സ്ക്രിപ്റ്റ് ഏതാണ്? ചൈനീസ് സിവിലൈസേഷന്റെ സ്ക്രിപ്റ്റ് ആണ് ചൈനീസ് പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആണ്. അതായത് പിക്ചറുകളും സിംബലുകളും ഒക്കെ അടങ്ങിയ ഒരു സ്ക്രിപ്റ്റ് ആണ് ഇത് ഇപ്പോഴും ഈ ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. Chinese were expert in making of bronze sculpture. They were expert. The Chinese civilization people are expert for making bronze sculpture. ബ്രോൺസ് കൊണ്ടുള്ള, വെങ്കലം കൊണ്ടുള്ള ശില്പങ്ങൾ നിർമ്മിക്കുന്നതിന് വളരെ വൈദഗ്ധ്യമുള്ള ആളുകളായിരുന്നു ആര്? ചൈനീസ് സിവിലൈസേഷനിലെ ആളുകൾ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിവിലൈസേഷനിലോട്ട് പോവുകയാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംസ്കാരങ്ങളിൽ ഒന്നായിരുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള സിവിലൈസേഷൻ ആയിരുന്നു എന്ത്? ഹാരപ്പൻ സിവിലൈസേഷൻ. ആദ്യത്തെ സിവിലൈസേഷനുകളൊക്കെ ആയിട്ട് കണക്ക് കൂട്ടുന്നത് ഏതാണ്? ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹാരപ്പൻ സിവിലൈസേഷൻ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ആൻഷ്യന്റ് സിവിലൈസേഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള സിവിലൈസേഷൻ ആണ് ഇത് ഹാരപ്പൻ സിവിലൈസേഷൻ. ഏതാണ്? ഹാരപ്പൻ സിവിലൈസേഷൻ. ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഇറ്റ് ഈസ് ഫ്ലൗറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ ഇൻഡസ്. ഇൻഡസ് നദിയുടെ, ഇൻഡസ് എന്ന് പറഞ്ഞാൽ സിന്ധു നദിയുടെ തീരത്ത് വളർന്നു വന്നിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആണ് ഇത് ഹാരപ്പൻ സിവിലൈസേഷൻ. ഏത് നദിയാണ്? സിന്ധു നദി ഇൻഡസ്. അതുകൊണ്ട് ഇൻഡസ് നദിയുടെ, സിന്ധു നദിയുടെ തീരത്ത് വളർന്നു വന്നിട്ടുള്ള ഒരു സംസ്കാരമാണ് ഏത്? ഹാരപ്പൻ സിവിലൈസേഷൻ. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇൻഡസ് റിവർ ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? നമുക്കറിയാം, ഇൻഡസ് റിവർ പാകിസ്ഥാനിലൂടെയും അതുപോലെ ഇന്ത്യയുടെ പ്രധാന ഒരു പോഷക നദിയാണ്, പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഏത്? ഇൻഡസ് റിവർ. അപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും, ഇന്ത്യയിലും പാകിസ്ഥാനിലുമൊക്കെയുള്ള ഒരു പ്രദേശമാണ് ഏത്? ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെയും പാകിസ്ഥാനിലേക്കും അടങ്ങുന്ന പ്രദേശങ്ങളാണ് ഉണ്ടായിരുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടന്റ് പോയിന്റുകളായിട്ടുള്ള ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദി ആൻഷ്യന്റ് സിവിലൈസേഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ആൻഷ്യന്റ് സിവിലൈസേഷൻ ഒന്നാണ് ഇത് ഹാരപ്പൻ സിവിലൈസേഷൻ. ഇറ്റ് ഈസ് ഫ്ലൗറിഷ്ഡ് ഇൻ ദ വാലീസ് ഓഫ് ദ റിവർ ഇൻഡസ്. ഇറ്റ് ഈസ് ഫ്ലൗറിഷ്ഡ് ഇൻ ദ വാലീസ് ഓഫ് ദ റിവർ ഇൻഡസ്. റിവർ ഇൻഡസിന്റെ തീരങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള സിവിലൈസേഷൻ ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ. റിവർ ഇൻഡസിന്റെ കരയിൽ വളർന്നു വന്നത് കൊണ്ട് തന്നെ ഈ ഹാരപ്പൻ സിവിലൈസേഷനെ മറ്റൊരു പേരും വിളിക്കും. ആ പേരാണ് എന്ത്? ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇതിന്റെ ഹാരപ്പൻ സിവിലൈസേഷന്റെ മറ്റൊരു പേരാണ് ഇത് ഇൻഡസ് വാലി സിവിലൈസേഷൻ. സിന്ധു നദീതട സംസ്കാരം എന്നാണ് എന്ത് പറയാ, ഇതിന്റെ മറ്റൊരു പേരാണ് സിന്ധു നദീതട സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് റിവർ എന്ന് പറഞ്ഞാൽ സിന്ധു നദി തന്നെയാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നദിയാണ് ഏത്? സിന്ധു നദി, ഇൻഡസ് റിവർ. ആ നദിയുടെ തീരത്ത് വളർന്നു വന്നിട്ടുള്ളതാണ് ഏത്? ഹാരപ്പൻ സിവിലൈസേഷൻ. ഈ ഹാരപ്പൻ സിവിലൈസേഷന്റെ മറ്റൊരു പേരാണ് അനദർ നെയിംസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് the Indus Valley civilization, it is flourished in the river valley of Indus. ഇൻഡസ് നദിയുടെ തീരത്ത് വളർന്നു വന്നിട്ടുള്ള ഒരു സിവിലൈസേഷൻ ആണ് ഇത് ഹാരപ്പൻ സിവിലൈസേഷൻ. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് ദ മേജർ സൈറ്റ്സ് ഓർ മേജർ സിറ്റീസ് ഓഫ് സൈറ്റ്സ് ഓർ സിറ്റീസ് മേജർ സൈറ്റ്സ് ഓർ സിറ്റീസ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഏതൊക്കെ? മോഹൻജുദാരോ, ഹാരപ്പ, കാലിബംഗാൻ ആൻഡ് ലോഥൽ. ദീസ് ആർ ദ മേജർ സൈറ്റ്സ് ഓർ ദ മേജർ സിറ്റീസ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷന്റെ പ്രധാനപ്പെട്ട സിറ്റികളാണ്, പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നഗരങ്ങൾ, സിറ്റികൾ ഏതൊക്കെയാണ്? മോഹൻജുദാരോ, ഹാരപ്പ, കാലിബംഗാൻ ആൻഡ് ലോഥൽ. ദീസ് ആർ ദ മേജർ സൈറ്റ്സ് ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ. ഓക്കെ, അടുത്തത് പറയുന്നത് ദ മേജർ സൈറ്റ്സ് ആർ നൗ സിറ്റുവേറ്റഡ് ഇൻ ദ പ്രസന്റ് പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ അടങ്ങുന്ന പ്രദേശങ്ങളിലാണ് ഈ പ്രധാനപ്പെട്ട സിറ്റികളൊക്കെ ഉള്ളത്. മോഹൻജുദാരോ ഇപ്പോൾ പാകിസ്ഥാനിലാണ് ഉള്ളത്. ഹാരപ്പ ഇന്ത്യയുടെ പാകിസ്ഥാനും ഇന്ത്യയും ബോർഡർ ചെയ്യുന്ന ഭാഗത്താണുള്ളത്. കാലിബംഗാൻ, ലോഥൽ എന്നൊക്കെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഒരു പ്രദേശങ്ങൾ അടങ്ങിയ ഒരു സ്ഥലമായിരുന്നു ഏത്? ഈ ഹാരപ്പൻ സിവിലൈസേഷന് വളർന്നു വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മേജർ സൈറ്റ്സ് ഓർ മേജർ സിറ്റീസ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെ എഴുതേണ്ടത്? മോഹൻജുദാരോ, കാലിബംഗാൻ, ഹാരപ്പ, ലോഥൽ. ദീസ് ആർ ദ മേജർ സിറ്റീസ് ഓർ മേജർ സൈറ്റ്സ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഓക്കെ, മറന്നു പോകരുത്. അതുപോലെ ഇപ്പോൾ ഇത് എന്താണ്? പാകിസ്ഥാനും ഇന്ത്യയും അടങ്ങുന്ന പ്രദേശങ്ങളിലാണ്, ഇപ്പോഴത്തെ പാകിസ്ഥാനും ഇന്ത്യയും അടങ്ങുന്ന പ്രദേശങ്ങളാണ് ഈ സിവിലൈസേഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ഹാരപ്പൻ സിവിലൈസേഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹാരപ്പൻ സിവിലൈസേഷന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ഹാരപ്പൻ സിവിലൈസേഷന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ഈ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് ദ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ, ദാറ്റ് വാസ് ദ ടൗൺ പ്ലാനിങ്. ടൗൺ പ്ലാനിങ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഒരു നഗരാസൂത്രണം, ഒരു വലിയ നഗരങ്ങൾ അവർ എന്ത് ചെയ്തിരുന്നു? ഉണ്ടാക്കിയിരുന്നു. ഈ ഹാരപ്പൻ സിവിലൈസേഷന്റെ ആളുകൾ നഗരാസൂത്രണത്തിൽ വളരെ മികവ് കാണിച്ചിരുന്നു. അതായത് അവർക്ക് ഒരുപാട് ചെറിയ ചെറിയ നഗരങ്ങൾ ഉണ്ടായിരുന്നു. രണ്ട് സൈഡിലായിട്ട് വീടുകളുള്ള, രണ്ട് സൈഡിലായിട്ട് വലിയ കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടൗൺ പ്ലാനിങ് ഒരു നഗരാസൂത്രണമുള്ള ഒന്നായിരുന്നു ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ. അതുപോലെ തറോഫെയേഴ്സ് എന്ന് പറഞ്ഞാൽ തെരുവുകൾ ഉണ്ടായിരുന്നു.
ഈ തെരുവുകൾ നമ്മളിപ്പോൾ കാണുന്ന പോലത്തെ തെരുവുകൾ ഇരുവശങ്ങളിലുമായിട്ട് വീടുകൾ, ചെറിയ ചെറിയ വീടുകളില്ല, ചുട്ടെടുത്ത ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച വീടുകളുള്ള അതിന്റെ സെന്ററിലൂടെ പോകുന്ന തറോഫയേഴ്സ്, അതായത് തെരുവുകൾ ഉള്ള സ്ഥലം ഒന്നായിരുന്നു ഹാരപ്പൻ സിവിലൈസേഷൻ. അതുപോലെ ഇവർക്ക് ഹാരപ്പൻ സിവിലൈസേഷൻ എന്തുണ്ടായിരുന്നു? എ ഗുഡ് ഡ്രൈനേജ് സിസ്റ്റം. അവർക്ക് ഒരു അഴുക്കുചാൽ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ വീടുകളായിരുന്നു ഉണ്ടായിരുന്നത്, ചുട്ടെടുത്ത ഇഷ്ടിക കഷ്ണങ്ങൾ ഇങ്ങനെ വെച്ച് ഉണ്ടാക്കിയ വീടുകൾ. ആ വീടുകളിൽ നിന്നൊക്കെ ഡ്രൈനേജ്, അഴുക്കുചാൽ ഇങ്ങനെ വന്ന് ഒരു മെയിൻ ഡ്രൈനേജിലോട്ട് പോകുന്ന രീതിയിൽ അഴുക്കുചാൽ സിസ്റ്റം ആർക്കുണ്ടായിരുന്നു? ഇവർക്ക് ഉണ്ടായിരുന്നു, ഡ്രൈനേജ് സിസ്റ്റം. അതുപോലെ ഗ്രാനറീസ്. എന്താണ് ഗ്രാനറീസ് എന്ന് പറഞ്ഞാൽ? ഗ്രാനറീസ് എന്ന് പറഞ്ഞാൽ ധാന്യപ്പുരകൾ എന്ന് പറഞ്ഞാൽ അവർ പ്രൊഡക്റ്റ് ചെയ്യുന്ന, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ എന്തിന്റെ ബേസ് വളർന്നു വന്നിട്ടുള്ളതാണ്? കൾട്ടിവേഷന്റെ, അഗ്രികൾച്ചറൽ പ്രോഗ്രസിന്റെ ബേസ് ചെയ്ത് വളർന്നു വന്നിട്ടുള്ള സിവിലൈസേഷൻ ആണ്. ഈ സിവിലൈസേഷന്റെ ഒക്കെ പ്രധാനപ്പെട്ട ജോലികൾ എന്തായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു. ആളുകളുടെ മെയിൻ ഒക്യുപ്പേഷൻ ഇറ്റ് വാസ് ദ അഗ്രികൾച്ചർ. ജോലി എന്തായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു. അപ്പോ അഗ്രികൾച്ചർ ആയതുകൊണ്ട് അവർ കൃഷി ചെയ്തു, ഒരുപാട് കൃഷിയിൽ ലാഭം ഉണ്ടാക്കി, കൃഷിയിൽ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടായി. ഈ കൃഷിയിൽ സർപ്ലസ് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. ഒരു സ്റ്റോറേജ് റൂം വേണം, അല്ലേ? സ്റ്റോറേജ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, സ്റ്റോർ ചെയ്ത് വെക്കാൻ ഒരു സ്റ്റോർ റൂം. അതുപോലെ ഹാരപ്പൻ സിവിലൈസേഷന്റെ ഒരു സ്റ്റോർ ചെയ്ത് വെക്കുന്ന, സർപ്ലസ് പ്രൊഡക്റ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഗ്രാനറീസ് എന്ന് പറയുന്നത്. ധാന്യപ്പുരകൾ. അവരുടെ ഉള്ള കൃഷിയിൽ നിന്ന് ലഭിച്ച സാധനങ്ങളൊക്കെ എവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നു? ഗ്രാനറികളിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. അതാണ് ഗ്രാനറി സിസ്റ്റവും ഹാരപ്പൻ സിവിലൈസേഷനിലും ഉണ്ടായിരുന്നു. അടുത്തത് പറയുന്നത് ട്രേഡ് സെന്റേഴ്സ്. ഈ സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യാനും വേണ്ടി അവർക്കൊരു കച്ചവട കേന്ദ്രങ്ങൾ, ഓരോരോ കച്ചവട കേന്ദ്രങ്ങൾ നഗരങ്ങളിൽ, പ്രധാനപ്പെട്ട നഗരങ്ങളായിട്ടുള്ള മോഹൻജുദാരയിൽ ഉണ്ടായിരുന്നു, അതുപോലെ ഹാരപ്പയിൽ ഉണ്ടായിരുന്നു, അതുപോലെ കാലിബംഗൽ ഉണ്ടായിരുന്നു, ലോഥൽ ഉണ്ടായിരുന്നു. ഇതൊക്കെ ട്രേഡ് സെന്ററുകൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ മോഹൻജുദാരയും ഹാരപ്പയും ഉള്ള ജനങ്ങളൊക്കെ തമ്മിൽ ട്രേഡ് നടത്തിയിരുന്നു. മോഹൻജുദാരോ ഒരു പ്രദേശം ഇപ്പൊ പാകിസ്ഥാന്റെ ഭാഗമാണെങ്കിൽ ഇപ്പൊ ഹാരപ്പ ഇന്ത്യയുടെ ഭാഗത്തൊക്കെ ആയിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് കച്ചവടത്തിന് സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു. ഇതൊക്കെ ഹാരപ്പൻ സിവിലൈസേഷന്റെ ഒരു പ്രത്യേകതകളാണ്, ഫീച്ചേഴ്സ് ആണ്. അതുപോലെ മൾട്ടി സ്റ്റോറേഡ് ഹൗസസ് മെയ്ഡ് ഓഫ് ബേൺഡ് ബ്രിക്സ്. അതായത് മൾട്ടി സ്റ്റോറേഡ് ഹൗസ് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ള സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടുകൾ, ചെറിയ ചെറിയ വീടുകൾ. അതായത് നമുക്ക് ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒക്കെ ചെറിയ ചെറിയ വീടുകൾ എവിടെ ഉണ്ടായിരുന്നു? ബേൺഡ് ബ്രിക്സ് കൊണ്ട് നിർമ്മിച്ച, അതായത് ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച വീടുകൾ എവിടെ കാണാമായിരുന്നു? ഹാരപ്പൻ സിവിലൈസേഷനിൽ കാണാമായിരുന്നു. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ്, ഇവർക്ക് എന്തറിയാമായിരുന്നു? ഹാരപ്പൻ സിവിലൈസേഷനിൽ ദേ നോ ദി ആർട്ട് ഓഫ് റൈറ്റിംഗ്. അവർക്ക് എഴുത്തുവിദ്യ അറിയാമായിരുന്നു. നമ്മൾ മറ്റുള്ള സിവിലൈസേഷനൊക്കെ പറഞ്ഞതുപോലെ ഇവർക്കും എന്തറിയാമായിരുന്നു? ആർട്ട് ഓഫ് റൈറ്റിംഗ് അറിയാമായിരുന്നു. അതുപോലെ ഹാരപ്പൻ്റെയും ഒരു സൈനൊക്കെ വെച്ചിട്ടാണ്, സ്ക്രിപ്റ്റ് സൈനൊക്കെ വെച്ചിട്ടാണ് അവർ എന്ത് ചെയ്തിരുന്നത്? ഇവർ സിംബലുകളൊക്കെ ഉപയോഗിച്ചാണ് എഴുതിയിട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ദ ഗ്രേറ്റ് ബാത്ത്. ഒരു ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്ന ഒന്നായിരുന്നു ഹാരപ്പൻ സിവിലൈസേഷന്റെ മേജർ റിമൈൻസ് ആയിട്ട് കണക്കാക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ശേഷിപ്പായിട്ട് കണക്കാക്കുന്നത് ദ ഗ്രേറ്റ് ബാത്ത് ആണ്. ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കുളമാണ്. ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച, ചുറ്റെടുത്ത ഇഷ്ടികൾ കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ കുളമാണ് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. ഇതാണ് മേജർ റിമൈൻസ് ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാ ഭാഗങ്ങളും ഇതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ഏതൊക്കെയെന്ന് ഒന്നും കൂടി ഞാൻ പറയാൻ പോവുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സിവിലൈസേഷൻ ആയിട്ട് കണക്കാക്കുന്നത് ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. ഏറ്റവും പ്രാചീനമായിട്ടുള്ള സിവിലൈസേഷൻ ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ആൻഷ്യന്റ് സിവിലൈസേഷൻ ആണ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഏത് നദിയുടെ തീരത്താണ് വളർന്നു വന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് ഫ്ലൗറിഷ്ഡ് ഇൻ ദ വാലീസ് ഓഫ് ദ റിവർ ഇൻഡസ്.
ഇൻഡസ് നദിയുടെ തീരത്ത് വളർന്നു വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മറ്റൊരു പേരും വിളിക്കും ഇൻഡസ് വാലി സിവിലൈസേഷൻ. സോ ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് ഓൾസോ കോൾഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അതുകൊണ്ട് തന്നെ ഇതിനെ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് വിളിക്കും. അതുപോലെ പ്രധാനപ്പെട്ട സിറ്റികളായിരുന്നു മേജർ സിറ്റീസ് ആൻഡ് മേജർ സൈറ്റ്സ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. ദാറ്റ് വാസ് ദ മോഹൻജുദാരോ, ഹാരപ്പ, കാലിബംഗാൻ ആൻഡ് ലോഥൽ. These are the major sites of or major cities of the Harappan civilization. And now it is present the Pakistan and India. These are the major sites present in the Pakistan and India. ഈ സൈറ്റുകളൊക്കെ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലും ഇന്ത്യയും അടങ്ങുന്ന പ്രദേശങ്ങളിലാണ് ഈ സൈറ്റുകളൊക്കെ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഇനി the major features of the Harappan civilization, that was the town planning. One of the important feature of Harappan civilization, that was the town planning of the people. ഒരു നഗരാസൂത്രണം അവർക്കുണ്ടായിരുന്നു. ചെറിയ ചെറിയ നഗരങ്ങൾ ഉണ്ടാക്കി അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു അത് നമ്മുടെ ഹാരപ്പൻ ജനത. ടൗൺ പ്ലാനിങ് ഉണ്ടായിരുന്നു. അതുപോലെ തറോഫെയേഴ്സ്, വലിയ തെരുവുകൾ കാണാമായിരുന്നു ഇവിടെ ഈ ഹാരപ്പൻ സിവിലൈസേഷന്. ആൻഡ് ഡ്രൈനേജ് സിസ്റ്റം, ഒരു അഴുക്കുചാൽ സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. ഗ്രാനറികൾ ഉണ്ടായിരുന്നു. ധാന്യപ്പുരകളാണ് ഗ്രാനറീസ് എന്ന് പറഞ്ഞാല്. അതുപോലെ ട്രേഡ് സെന്റേഴ്സ്, വലിയ വലിയ കച്ചവട കേന്ദ്രങ്ങൾ കാണാമായിരുന്നു. അതുപോലെ മൾട്ടി സ്റ്റോറേഡ് ഹൗസ് ദാറ്റ് മെയ്ഡ് ഓഫ് ബേൺഡ് ബ്രിക്സ്, അതുപോലെ ചുറ്റത്തെ ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച വിവിധ വ്യത്യസ്ത രീതിയിലുള്ള സംഭരണ ശേഷിയുള്ള വീടുകളൊക്കെ ഇവിടെ കാണാമായിരുന്നു. അടുത്ത പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗ്രേറ്റ് ബാത്ത് ആണ്. ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദ മേജർ റിമൈൻസ് ആണ്. ദ മേജർ റിമൈൻസ് ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ, ദാറ്റ് വാസ് ദി ഗ്രേറ്റ് ബാത്ത്. ദാറ്റ് ഈസ് ഒരു വലിയ കുളമാണ് ഗ്രേറ്റ് ബാത്ത്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ബേൺഡ് ബ്രിക്സ് ഉപയോഗിച്ചാണ്, ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, ഗ്രേറ്റ് ബാത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് അബൌട്ട് the Harappan civilization. Okay.